നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. വന്ദന, മനസ്സിനെ അലട്ടുന്ന കാര്യമായ പ്രശ്നം എന്തോ ഉണ്ടല്ലോ. എടാ, അത്താഴം കഴിക്കാൻ വരുന്നില്ലേ? ഇല്ലമ്മേ, ഞങ്ങൾക്കുള്ള ആഹാരം അടുക്കളയിൽ നിന്ന് എടുത്തോണ്ട് വന്നിട്ടുണ്ട്. ഞങ്ങൾ ഇവിടെ ഇരുന്ന് കഴിച്ചോളാം. അമ്മ പോയി കഴിച്ചു. എല്ലാവരും ഡൈനിങ് ഹാളിലിരുന്ന് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതല്ലേ പതിവ്? പതിവുകളൊക്കെ ഇപ്പൊ മാറ്റം വന്നില്ലേ? ഈ വീട്ടിലെ ഇപ്പോഴത്തെ സാഹചര്യത്തില് ഒന്നിച്ചിരുന്ന് കഴിച്ച ആഹാരം ഇറങ്ങില്ലമ്മേ. ഇത് ഞാൻ പറഞ്ഞതല്ല, ഹരിത പറഞ്ഞ. ഒരർത്ഥത്തിൽ എന്റെ അഭിപ്രായം അത് തന്നെയാ. മോളെ, സോറി അമ്മേ, ഡിസ്റ്റർബ് ചെയ്യല്ലേ. ഞാൻ അത്യാവശ്യമായിട്ട് ചെയ്തു തീർക്കാനുള്ള ഒരു വർക്കില്ല. അമ്മ ഇതുവരെ പോയില്ലേ? അമ്മേ, ഈ പെൻഡിങ് വർക്ക് ഫിനിഷ് ചെയ്തിട്ട് വേണം എനിക്ക് നാളെ ഓഫീസിലെത്താൻ. ഇല്ലെങ്കിൽ ഉള്ള ജോലിയും കൂടെ പോയി കിട്ടും. അങ്ങനെ വരുമാനം ഇല്ലാതായ എന്റെയും മനോജിന്റെയും ചെലവിനുള്ള പണം തരുന്ന ഏർപ്പാടുണ്ടല്ലോ, അതങ്ങ് മുടങ്ങിക്കിട്ടും. ഞങ്ങൾ ഈ വീട്ടില് പട്ടിണിയിലായി പോവും. കൂട്ടത്തിലിരുന്ന് ആഹാരം കഴിക്കണ്ട, ഇനി മുറിയിലിരുന്ന് കഴിച്ചാ മതി എന്ന് ഹരിതയുടെ ഓർഡറാ. അതനുസരിച്ചില്ലെങ്കിൽ എനിക്കുള്ള ആഹാരത്തിന്റെ വിഹിതം ഇവള് കട്ട് ചെയ്താലോ? ഞാൻ പട്ടിണിയായി പോയില്ലേ? ഗതികേട് കൊണ്ടാ അമ്മേ. മതി. പ്രായപൂർത്തിയായ മക്കളോട് സ്വന്തം കാര്യം നോക്കണമെന്ന് രക്ഷകർത്താക്കൾ ആവശ്യപ്പെടുന്നത് അത്ര മോശപ്പെട്ട കാര്യമൊന്നുമല്ല. അത് മഹാ അപരാധമായി പോയി എന്നുള്ളൊരു ചിന്തയുണ്ടല്ലോ, അതാ ആദ്യം മാറ്റേണ്ടത്. ജഗ, സംസാരിക്കണം. സംസാരിക്കാനുള്ളത് സംസാരിക്കേണ്ട സമയത്ത് തന്നെ സംസാരിക്കണം. നിന്റെ ഇപ്പോഴത്തെ പ്രശ്നം ഞാൻ പറയാം. നീ ആത്മാർത്ഥമായി സ്നേഹിച്ചിരുന്ന, ഉള്ളിന്റെ ഉള്ളിൽ ജീവനായി കൊണ്ടു നടന്നിരുന്ന വന്ദന വിവാഹിതയും ഒരു കുഞ്ഞിന്റെ അമ്മയും ആണെന്നതല്ലേ? വന്ദനയുടെ കയ്യിലുള്ള കുട്ടി ദിയ, അത് അവളുടെ കുട്ടിയല്ല. എന്താ നിന്റെ അമ്മ പറഞ്ഞ നീ കേക്കില്ലേ? ഞാൻ പറഞ്ഞതാ സത്യം. ദിയമോള് വന്ദന പ്രസവിച്ച കുട്ടിയല്ല. അല്ല, വിദ്യാർത്ഥി വെറുതെ അല്ല ജഗ, വന്ദന എടുത്തു വളർത്തുന്ന കുട്ടിയാ ദിയമോള്. പിന്നെ ഒരു കാര്യം കൂടി നീ അറിയണം, വന്ദന വിവാഹിതയല്ല. വന്ദന വർക്ക് ചെയ്ത ഓഫീസിലെ MD ആയിരുന്നു ബിസിനസ്മാനായ രാജീവ് മേനോൻ. ആ ഓഫീസിൽ വർക്ക് ചെയ്തിരുന്ന വന്ദന അച്ചടക്കവും സ്വഭാവ ഗുണമുള്ള ഒരു സ്ത്രീയായിരുന്നു. രാജീവിന്റെ ഭാര്യ പ്രസവത്തോടെ മരണപ്പെട്ടു. അതിൽ പിറന്ന കുട്ടിയാ ദിയമോള്.
ദിയെ വളർത്തിയത് രാജീവും അവന്റെ രണ്ടാനമ്മയായ വിദ്യാമ്മയും കൂടിയാ. ദിയയുടെ നല്ല ഭാവിക്ക് വേണ്ടിയാ വിദ്യാമ്മ വന്ദനെ രാജീവിനു വേണ്ടി ആലോചിച്ചതും വിവാഹം ഉറപ്പിച്ചതും. എന്നാൽ വിധി വിവാഹത്തിന് മുൻപ് തന്നെ രാജീവിന്റെ ജീവൻ അപഹരിച്ചു. വിവാഹിതാകാതെ വന്ദന വിധവയായി. തന്റെ ജീവന്റെ ജീവനായ ദിയമോളുടെ സംരക്ഷണം സ്വന്തക്കാരിൽ നിന്നും വന്ദന ഏറ്റെടുത്തു. അങ്ങനെ താൻ പ്രസവിക്കാത്ത ദിയമോളുടെ അമ്മയായി വന്ദന അക്ഷരാർത്ഥത്തിൽ മാറുകയായിരുന്നു. അതേ ജഗ, വന്ദന വിവാഹിതയല്ല. ദിയമോള് വന്ദനയുടെ മകളുമല്ല. ജഗ, ഒരു പെണ്ണിന്റെ മനസ്സിലേക്ക് കയറി പറ്റുക എന്നത് അത്ര എളുപ്പമല്ല. വന്ദനയുടെ പെരുമാറ്റ രീതി കാണുമ്പോ അവൾക്ക് ജഗനെ ഇഷ്ടമാണെന്നാ എനിക്ക് തോന്നുന്നേ. ആ ഇഷ്ടം ആരും അറിയാതിരിക്കാനാ അവള് ജഗനോട് വെറുപ്പ് കാണിക്കുന്നെ. നീ ധൈര്യമായിട്ട് പ്രണയമായി മുന്നോട്ട് പൊക്കോ. ഈ വിദ്യയിടത്തിയുണ്ട് നിന്റെ കൂടെ. പ്രണയം മൂത്ത് ഭ്രാന്തെടുത്തതുപോലെ അവൻ അലഞ്ഞു തിരിയണം. അപ്പോഴേ കാര്യങ്ങൾ ഞാൻ ഉദ്ദേശിച്ചതുപോലെ നടക്കൂ. ഈ വിദ്യയുടെ തനി നിറം ആർക്കും അറിയില്ല. ജഗന്റെ അച്ഛൻ കരുണാകരക്കുറുപ്പിന് പോലും. ദേവി, ഭഗവതി, എന്റെ വർഷമുള്ളൊരു ആപത്തും കൂടാതെ കാത്തു രക്ഷിക്കണേ. മായാജാലങ്ങളെപ്പെട്ട് മനസ്സിലാകാതെ സത്യം തിരിച്ചറിഞ്ഞ കരുതലോടെ ഇരിക്കാനുള്ള ശക്തി എന്റെ അനുജത്തിക്ക് കൊടുക്കണേ ദേവി. ദേവി, ഒരു ജോലിയും ഇല്ലാതെ കഷ്ടപ്പെടുന്നതിന്റെ അവസ്ഥ അമ്മ കാണുന്നില്ലേ? ദേമോളുടെയും മിനുവേട്ടന്റെയും ചെലവ് വഹിക്കാമെന്ന് ഏറ്റതാണ്. നിത്യച്ചെലവിനെങ്കിലും ഒരു ജോലി കണ്ടെത്തി തരണേ ദേവി. ദേവി, എന്റെ പ്രാർത്ഥന കേൾക്കണേ. വന്ദന, മനസ്സിനെ അലട്ടുന്ന കാര്യമായ പ്രശ്നം എന്തോ ഉണ്ടല്ലോ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.